മെയ് മാസം 1-ാം തീയതി മുതൽ കുതിച്ചുയരുന്ന കുറച്ച് നക്ഷത്ര ജാതകർ. കുതിക്കുക എന്നാൽ ധനപരമായിട്ട് ഒരുപാട് നേട്ടമുണ്ടാക്കുക, ഭാഗ്യം ഒരുപാട് വന്നു ചേരുക, അവർ പ്രവർത്തിക്കുന്ന മേഖലയിൽ അവർക്ക് വലിയൊരു നേട്ടം വന്നു ചേരുക, ബിസിനസ് ചെയ്യുന്നവരാണെങ്കിൽ ബിസിനസ്സിനകത്ത് കൂടുതൽ അഭിവൃദ്ധി വന്നു ചേരുക. അങ്ങനെ പല മേഖലയിൽ പ്രവർത്തിക്കുന്നവരാണെങ്കിലും അവർക്കൊക്കെ ഒരു വലിയ നേട്ടം വന്നു ചേരുക. 2025 മെയ് മാസം 6-ാം തീയതി മുതൽ ഈ നക്ഷത്ര ജാതകരെ പിടിച്ചാൽ കിട്ടില്ല. ഭാഗ്യപരമായും സാമൂഹിക മറ്റ് മേഖലകളിൽ പ്രവർത്തിക്കുന്ന ഏതൊരു വ്യക്തിക്കും വലിയൊരു ഗുണാനുഭവമാണ് ഈ ഒരു സമയം വന്നു ചേരുന്നത്. കടങ്ങളൊക്കെ ഉള്ളവരാണെങ്കിൽ കടങ്ങളൊക്കെ മാറിക്കിട്ടാം. പലയിടത്തു നിന്നായി പണമൊക്കെ വന്നു ചേരണമെന്ന് ആഗ്രഹിക്കുന്നവർക്കാണെങ്കിൽ ഈ ഒരു സമയം ധാരാളം ധനമൊക്കെ വന്നു ചേരും. ജീവിതത്തിലെ എല്ലാ പ്രതിസന്ധികളും അവസാനിച്ച് രക്ഷപ്പെടുവാൻ ഈ ഭാഗ്യ നക്ഷത്ര ജാതകർക്ക് ഇനി കഴിയും. ഇവരുടെ ജീവിതത്തിലെ സകല ദുരിത ദുഃഖങ്ങളും മാറി എല്ലാ ദുരിതങ്ങളും അകറ്റി ഭഗവാൻ ഇവരെ അനുഗ്രഹിക്കും. ഈ 2025 മെയ് മാസം 6-ാം തീയതി. പിന്നെ ഈ നക്ഷത്ര ജാതകർക്ക് തിരിഞ്ഞു നോക്കേണ്ട ആവശ്യം വരില്ല. എല്ലാ രീതിയിലും സന്തോഷം അനുഭവിക്കും. ദുഃഖങ്ങളൊക്കെ പാടെ മാറിക്കിട്ടും. അനാവശ്യ ടെൻഷനുകളൊക്കെ മാറ്റുക. നിങ്ങൾ മനസ്സിൽ വിചാരിക്കുന്ന കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് നടന്നു കിട്ടുന്ന സമയമാണ്. അത്യുന്നതങ്ങളിൽ എത്തും. പ്രതീക്ഷിച്ചതിനേക്കാൾ ഉപരിയായി ലാഭങ്ങൾ തേടി നിങ്ങളെ വരും. ചിലപ്പം ഒരു ലോട്ടറിയുടെ രൂപത്തിലാകാം, അല്ലെങ്കിൽ ഒരു സുഹൃത്ത് വന്നു ചേരുന്നതാകാം. ഏതായാലും ഭാഗ്യാനുഭവങ്ങൾ ഒന്നിനു പിറകെ ഒന്നായി ഈ നക്ഷത്ര ജാതകരെ തേടി വരാൻ പോവുകയാണ്. ആശിച്ചതൊക്കെ ഇവർക്ക് നടന്നു കിട്ടാൻ പോവുകയാണ്. അങ്ങനെ സൗഭാഗ്യ സമ്പന്നതയിലെത്തുന്ന, ജീവിതത്തിലെ എല്ലാ ക്ലേശങ്ങളും മാറി രക്ഷപ്പെടാൻ കഴിയുന്ന ആ ഭാഗ്യ നക്ഷത്ര ജാതകരെയാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിലൂടെ അറിയാൻ പോകുന്നത്. അപ്പോൾ നിങ്ങൾ ചോദിച്ചേക്കും, ഇതൊക്കെ എന്നും കേൾക്കുന്നതല്ലേ തിരുമേനി? ഞാൻ ഇന്നലെയും കേട്ടു. നമുക്ക് ഓരോരോ സമയമുണ്ട്. ഓരോരോ കാലഘട്ടത്തിൽ അനുസരിച്ച് നമുക്ക് നമ്മുടെ ജീവിതത്തിൽ വളരെ വലിയ മാറ്റങ്ങൾ വന്നു ചേരും. വ്യാഴം മാറുമ്പോൾ, ശനി മാറുമ്പോൾ, അതുപോലെ ഓരോ ഗ്രഹങ്ങളും മാറ്റം സംഭവിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് നേട്ടവും ഭാഗ്യവും ഉയർച്ചയും ഒക്കെ വന്നു ചേരും. 2 ദിവസം മുന്നേ എന്നെ ഒരാൾ കാണാൻ വന്നിരുന്നു. ഭയങ്കര പ്രശ്നങ്ങളാണ്. ഒരു രീതിയിലും ഒരു ഉയർച്ച ജീവിതത്തിൽ വന്നു ചേരുന്നില്ല. വ്യാഴമാറ്റമാണ്, ശനി അനുകൂലമാകുന്നു, ബുധൻ നേരിട്ടല്ലെങ്കിലും അനുകൂലത കാണിക്കുന്നു. ജ്യോതിഷപരമായിട്ട് വളരെയേറെ നേട്ടമുള്ള സമയം. പക്ഷേ ഇദ്ദേഹത്തിന് എന്നും പ്രശ്നം തന്നെയാണ്. ഒരു ഗുണവും ലഭിക്കുന്നില്ല. ഒരുപാട് പരിഹാരങ്ങൾ ചെയ്യുന്നുണ്ട്. ചോദിച്ചു, എന്താണ് നിങ്ങളുടെ പ്രോബ്ലം? ധനപരമായിട്ടുണ്ട്, വീട്ടിൽ സ്വൈര്യതയില്ല, ബിസിനസ് ചെയ്യുന്നുണ്ട്, ബിസിനസ് സ്ഥാപനത്തിൽ ചെന്നാൽ അവിടെ ഇരിക്കാൻ പറ്റുന്നില്ല, ഒരു രീതിയിലും ഒരു ഉയർച്ചയും വന്നു ചേരുന്നില്ല. വീട്ടിലാണെങ്കിൽ ഉടക്ക്, കടയിലാണെങ്കിൽ സ്റ്റാഫുകളുമായിട്ട് ഉടക്ക്, പുറത്തോട്ടിറങ്ങിയ അവിടെ ഉടക്ക്, പണം വരുന്നില്ല, മൊത്തത്തിൽ പ്രശ്നം. ഏതൊക്കെ ക്ഷേത്രത്തിൽ പോകും നിങ്ങൾ? അത് ഞാൻ എല്ലാ ക്ഷേത്രത്തിലും പോകും. എല്ലാ ക്ഷേത്രത്തിലെന്ന് പറഞ്ഞാൽ ശിവക്ഷേത്രത്തിൽ പോകും, മുരുകക്ഷേത്രത്തിൽ പോകും, ഗണപതിക്ക് പോകും. എല്ലാ ക്ഷേത്രങ്ങളിലും ഞാൻ പോവുകയും അവിടെയൊക്കെ എന്നാൽ കഴിയുന്ന വഴിപാടുകളൊക്കെ അർപ്പിക്കുകയും ചെയ്യും. കുടുംബക്ഷേത്രം അറിയാമോ? ആളൊന്ന് ഞെട്ടി. ഞാൻ ദേവീക്ഷേത്രത്തിൽ പോകുന്നുണ്ടല്ലോ, ഭദ്രകാളി ക്ഷേത്രത്തിൽ. പിന്നെ ഞാൻ എന്തിനാ കുടുംബക്ഷേത്രത്തിൽ പോകുന്നത്? കുടുംബക്ഷേത്രത്തിൽ പോകുന്നുണ്ടോ താങ്കൾ? അതില്ല. അത്യാവശ്യമായിട്ട് നിങ്ങൾ കുടുംബക്ഷേത്രത്തിൽ പോകണം.
അവിടെ നെയ്വിളക്ക് കത്തിച്ച് വെച്ച് പ്രാർത്ഥിക്കുക. നിങ്ങളുടെ അപ്പനപ്പൂപ്പന്മാരായിട്ട് പ്രാർത്ഥന നടത്തിയിരുന്ന ആ ക്ഷേത്രത്തിൽ പോകാതെ നിങ്ങൾ ഏതൊരു ക്ഷേത്രത്തിൽ പോയാലും നിങ്ങൾക്ക് ഒരു ഗതിയും പരഗതിയും വന്നു ചേരില്ല. അയാളിറങ്ങി നേരെ കുടുംബക്ഷേത്രത്തിൽ പോയി. അത്ഭുതമെന്ന് പറയട്ടെ, അയാൾക്ക് ധാരാളം അവസരങ്ങൾ അവരുടെ ജീവിതത്തിൽ വന്നു ചേരാൻ തുടങ്ങി. ഷോപ്പിൽ നല്ല കച്ചവടമുണ്ടായി. പുറത്തിറങ്ങിയ നല്ല ബഹുമാനം ലഭിച്ചു തുടങ്ങി. ധാരാളം ധനം വന്നു തുടങ്ങി. അപ്പോൾ നമ്മൾ നമ്മുടെ കുടുംബക്ഷേത്രത്തെ മറന്നുള്ള ഒരു കളിയും പാടില്ല. കുടുംബക്ഷേത്രത്തിൽ അത്യാവശ്യമായിട്ട് പോകണം. ഞാനിവിടെ ഇത് പറയാൻ കാരണം, ഇന്ന് ഞാൻ കുറച്ച് നക്ഷത്രജാതകർക്ക് ഏറ്റവും വലിയ അവസരമാണ്, 2025 കുതിച്ചുയരുന്ന നക്ഷത്രജാതകരാണ് എന്നൊക്കെ തന്നെയാണ് ഞാൻ പറയാൻ പോകുന്നത്. 2 ദിവസം കഴിഞ്ഞിട്ട് ഇവർ കുതിക്കത്തില്ല. 2 ദിവസം കഴിഞ്ഞിട്ട് ഇവർ കുതിക്കാതിരിക്കുമ്പം അവർ പറയും, ആ ജോത്സ്യർ പറഞ്ഞു ഞാൻ കുതിച്ചു ഉയരുമെന്ന്. ചുമ്മാതെ അങ്ങേര് ചുമ്മാ പൊളുവടിക്കുന്നു. ഗ്രഹങ്ങൾ അനുകൂലമാകുമ്പോൾ വേദജ്യോതിഷപ്രകാരം നമ്മൾ ചില പരിഹാരങ്ങൾ കൂടി നമ്മൾ ചെയ്തിരിക്കണം. ലാൽ കിതാബിലൊക്കെ അത് പ്രത്യേകം പറയുന്നുണ്ട്. എന്താണ് പരിഹാരം? ചിലപ്പോൾ ഒരു നിസ്സാര പരിഹാരമായിരിക്കാം നമ്മുടെ ജീവിതത്തെ മാറ്റിമറിക്കുന്നത്. നമ്മൾ ധാരാളം ധനം ചിലവാക്കുന്നില്ലേ? അപ്പോൾ അതിൽ നിന്നും ഒരു 1% ക്ഷേത്രത്തിലും ചിലവാക്കാം. അവിടെ വല്ലപ്പോഴും നിങ്ങളുടെ കുടുംബക്ഷേത്രത്തിലൊക്കെ പോയി നെയ്ദീപം കത്തിച്ചു വെച്ച് പ്രാർത്ഥിച്ചാലും മതി. അതൊക്കെ ജീവിതത്തിൽ എല്ലാ സങ്കടങ്ങളും അകന്ന് ഒരുപാട് ഭാഗ്യത്തിലേക്ക്, നേട്ടത്തിലേക്ക്, ഉയർച്ചയിലേക്ക് നിങ്ങൾ എത്തിച്ചേരും. ഇത് അച്ചട്ടായിരിക്കും. ഇത് 100% കറക്റ്റായിരിക്കും. സംശയം വേണ്ട. ഞാൻ കൂടുതൽ ദീർഘിപ്പിക്കുന്നില്ല. ഇപ്പോൾ തന്നെ ഒരുപാടായി. ഇപ്പോൾ ഇത് പറഞ്ഞു വന്നതിൻ്റെ കാരണം, നമ്മൾ ഈ നാളുകാരുടെ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. നാളുകാർക്ക് അങ്ങനെ സംഭവിക്കും, ഇങ്ങനെ സംഭവിക്കും എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷേ നമ്മൾ ഏത് മതത്തിൽ വിശ്വസിക്കുന്ന ഒരു വ്യക്തിയാണ് എങ്കിലും നമ്മൾ വിശ്വസിക്കുന്ന ദേവാലയത്തിൽ ദർശനം നടത്തി അവിടെ വഴിപാടുകൾ അർപ്പിച്ച് മുന്നോട്ട് പോയാൽ മാത്രമേ നമുക്ക് രക്ഷപ്പെടാൻ കഴിയൂ എന്ന നഗ്നസത്യം നിങ്ങൾ മനസ്സിലാക്കുക. അതൊരു സത്യമാണ്. അല്ലാതെ ഞാനിപ്പോൾ പറയുന്നു ഇന്ന നക്ഷത്ര ജാതകർക്കൊക്കെ ഭാഗ്യമാണ്, രാഹു അനുകൂലമാണ്, കേതു അനുകൂലമാണ്, ശനി ഇനി വരാനിരിക്കുന്ന സമയത്ത് അനുകൂലമാണ്, വ്യാഴത്തിൻ്റെ ഈ വരവ് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് പോലും ഞെട്ടിപ്പോകും എന്നൊക്കെ ഞാനടക്കമുള്ള പലരും പറഞ്ഞു തരും. പക്ഷേ അതിനകത്ത് വാസ്തവം ഇല്ല എന്ന് അല്ല, വാസ്തവമുണ്ട്. പക്ഷേ നമ്മൾ ചെയ്യേണ്ടതായ ചില കാര്യങ്ങളുണ്ട്, ചില പരിഹാരങ്ങളുണ്ട്. അത് വലിയ പൂജകൾ നടത്തണമെന്നൊന്നുമല്ല. നമ്മൾ കുഞ്ഞു പരിഹാരങ്ങൾ നമ്മുടെ ക്ഷേത്രങ്ങളിലൊക്കെ നടത്തുക. ക്ഷേത്രത്തിൻ്റെ ചൈതന്യം നമ്മളിലേക്ക് ആവാഹിക്കുക. അപ്പോൾ നമുക്ക് ഒരുപാട് ഗുണാനുഭവങ്ങൾ വന്നു ചേരും. അതിനനുസരിച്ച് നമ്മൾ പ്രവർത്തിക്കുകയൊക്കെ കൂടി ചെയ്താൽ നമ്മുടെ ജീവിതത്തിൽ വലിയൊരു മാറ്റമാണ് വരുന്നത്. ഏതായാലും ഇന്ന് പറയുന്ന ഈ നക്ഷത്ര ജാതകർക്ക് ഒരു വലിയ സൗഭാഗ്യം വന്നു ചേരാൻ പോവുകയാണ്. ഇന്ന് ഞാൻ പ്രശ്നം വെച്ച് നോക്കുക മാത്രമല്ല, ഇത് പഞ്ചാംഗത്തിൽ കാണാൻ സാധിക്കും, പ്രശ്നമാർഗത്തിൽ കാണാൻ സാധിക്കും, ജ്യോതിഷ ദീപമാലയിൽ കാണാൻ കഴിഞ്ഞു, പ്രശ്നമാല ദീപികയിൽ കാണാൻ സാധിച്ചു, ഹോരശാസ്ത്രത്തിൽ കഴിഞ്ഞു, ജ്യോതിഷ ദീപശിഖയിൽ. മിക്ക ജ്യോതിഷ പുസ്തകങ്ങളെ അടിസ്ഥാനമാക്കിയാണ് ഞാൻ ഈ ഒരു ഫലം നിങ്ങളിലേക്ക് പറയാൻ പോകുന്നത്. ഏറ്റവും അധികം ഭാഗ്യാനുഭവങ്ങൾ വന്നു ചേരുന്ന, ജീവിതത്തിലെ എല്ലാ രീതിയിലും നേട്ടങ്ങൾ ഒരുപാട് വന്നു ചേരുന്ന നക്ഷത്രജാതകരിലെ ആദ്യത്തെ നക്ഷത്രം ആരാണെന്ന് നിങ്ങൾക്കറിയാമോ? എല്ലാ രീതിയിലും ഉയർച്ച വന്നു ചേരുന്ന, ജീവിതത്തിലെ ക്ലേശങ്ങളൊക്കെ മാറി രക്ഷപ്പെടാൻ കഴിയുന്ന, അതിസമ്പന്നതയിലെത്തുന്ന, കോടീശ്വര യോഗത്തിലെത്തുന്ന 2025, 2026, 2027 ഈ 3 വർഷക്കാലത്തിനുള്ളിൽ ഏറ്റവും അധികം സൗഭാഗ്യം നേടിയെടുക്കാൻ കഴിയുന്ന അതിസമ്പന്നതയിലെത്തുന്ന നക്ഷത്രജാതകർ അശ്വതി നക്ഷത്രജാതകർ തന്നെയാണ്. മേടക്കൂറിലെ അശ്വതിക്ക് ഇത് ഭാഗ്യത്തിൻ്റെയും നേട്ടത്തിൻ്റെയും സമൃദ്ധിയുടെയും ഐശ്വര്യത്തിൻ്റെയും ലക്ഷക്കണക്കിന് രൂപ വന്നു ചേരുന്ന ഒരു ഭാഗ്യവർഷങ്ങൾ തന്നെയായിരിക്കും 2025, 2026, 2027 3 വർഷക്കാലം ഇനി തിരിഞ്ഞു നോക്കേണ്ട ആവശ്യം വരില്ല.
മേടരാശിയിലെ അശ്വതിക്ക് ഭാഗ്യമാണ്, ഉയർച്ചയാണ്. ബാക്കിയൊക്കെ നമുക്ക് കണ്ട് തന്നെ അറിയാം. എഴുതി വെച്ചോ ഈ കാര്യം. ഞാൻ ഈ പറഞ്ഞ കാര്യം ഇന്ന സമയം പറഞ്ഞു എന്ന് എഴുതി വെച്ചോ. 3 വർഷക്കാലത്തിനകം നിങ്ങളുടെ ലൈഫിൽ ഒരു വലിയ ചേഞ്ച് വരും, ഒരു വലിയ ഉയർച്ച വന്നു ചേരും. പടിപടിയായി നിങ്ങൾ ഉയർന്നു പോകും. എല്ലാ രീതിയിലും നേട്ടമാണ്. ഒന്നുമില്ലായ്മയിൽ നിന്നും കോടീശ്വര യോഗത്തിലെത്തുന്ന ഭാഗ്യശാലികളായ നക്ഷത്രജാതകരിൽ 1-ാം സ്ഥാനത്ത് നിൽക്കും നിങ്ങൾ, അശ്വതി നക്ഷത്രജാതകർ. 2ാമത്തെ നക്ഷത്രം എന്ന് പറയുന്നത് മിഥുനക്കൂറിലെ മകയിരം നക്ഷത്രമാണ്. ഒരുപാട് അനുഭവിച്ചു. ദുഃഖങ്ങളുടെ ഒരു മഹാസാഗരം തന്നെയായിരുന്നു മിഥുനക്കൂറിലെ മകയിരം നക്ഷത്രം. അനുഭവിക്കാൻ ഇനി ബാക്കി വല്ലതുമുണ്ടോ എന്ന് ചോദിച്ചാൽ, പൊന്നു തിരുമേനി, ഞാൻ അനുഭവിച്ചു, സങ്കടപ്പെട്ട്, എല്ലാ രീതിയിലും ഇനി ഒന്നും അനുഭവിക്കാനില്ല എന്ന് പറയും. പക്ഷെ മിഥുനക്കൂറിലെ മകയിരം നക്ഷത്ര ജാതകരെ സംബന്ധിച്ച് ഭാഗ്യാനുഭവങ്ങൾ ഒന്നിനു പിറകെ ഒന്നായി വന്നു ചേരുന്ന സമയമാണ്. കൃഷി ചെയ്യുന്നവർക്ക് കൃഷിയിൽ ലാഭമുണ്ടാകും. വിദേശത്ത് പോകാൻ ആഗ്രഹിക്കുന്നവർക്ക് വിദേശത്ത് പോകാൻ സാധിക്കും. ലക്ഷക്കണക്കിന് രൂപ കയ്യിൽ വന്നു ചേരും. ലോട്ടറി എടുക്കുന്നവർക്ക് ലോട്ടറി ഭാഗ്യം വന്നു ചേരും. വസ്തുവകകൾ വാങ്ങണമെന്നാഗ്രഹിക്കുന്നവർക്ക് വസ്തുവകകൾ വാങ്ങുവാനുള്ളൊരു യോഗം വന്നു ചേരും. എല്ലാ രീതിയിലും നേട്ടം, എല്ലാ രീതിയിലും ഐശ്വര്യം. മിഥുനക്കൂറിലെ മകയിര നക്ഷത്ര ജാതകർ തിരുപ്പതിയിലൊക്കെ പോകാറുണ്ടോ? തിരുപ്പതി ദർശനമൊക്കെ നടത്താറുണ്ടോ? ഗുരുവായൂരൊക്കെ ദർശനം നടത്താറുണ്ടോ? ഗുരുവായൂരൊക്കെ ദർശനം നടത്തണം. വഴിപാടുകളൊക്കെ അർപ്പിക്കണം. എല്ലാ രീതിയിലും സമൃദ്ധി വന്നു ചേരും. ജീവിതത്തിലെ ക്ലേശങ്ങളൊക്കെ മാറി രക്ഷപ്പെടുവാൻ നിങ്ങൾക്ക് സാധിക്കും. നിങ്ങൾ ആശിച്ചതൊക്കെ നിങ്ങളുടെ ജീവിതത്തിൽ ഇനി പടിപടിയായിട്ട് വന്നു ചേരുന്ന സമയം തന്നെയാണ്. കൊതിച്ചതൊക്കെ നിങ്ങൾക്ക് നേടിയെടുക്കാൻ കഴിയും. അടുത്തത് ചിങ്ങക്കൂറിലെ മകൻ നക്ഷത്രം. അവർക്കും ഭാഗ്യമാണ്. സ്റ്റെപ്പായിട്ടായിരിക്കും ഇവർ ഉയരുക. 2005 ഈ മെയ് മാസത്തിൽ അവർക്കൊരു വലിയ മാറ്റം സംഭവിച്ചു കഴിഞ്ഞു. അടുത്ത ഓഗസ്റ്റിനകം വലിയൊരു ഉയർച്ച വന്നു ചേരും. 2025 അവസാനമാകുമ്പോഴത്തേക്ക് അവർക്ക് നല്ലൊരു ഭാഗ്യം വന്നു ചേരും. 2026-27 ഇവരെ പിടിച്ചാൽ കിട്ടാത്ത രീതിയിൽ ഒരു വലിയ നേട്ടത്തിലേക്ക് പോകും ചിങ്ങക്കൂറിലെ മകം. അടുത്തത് വൃശ്ചികക്കൂറിലെ വിശാഖ നക്ഷത്രം. അവർക്കും ഭാഗ്യമാണ്. അവർക്ക് ഒരുപാട് നേട്ടമാണ്. അവരും ആഗ്രഹിക്കുന്നതും കൊതിക്കുന്നതുമൊക്കെ അവർക്ക് നേടിയെടുക്കാൻ കഴിയും. അത്രയധികം ഭാഗ്യത്തിലേക്കും നേട്ടത്തിലേക്കും ഐശ്വര്യത്തിലേക്കുമാണ് ഇവരെത്തുന്നത്. അടുത്തത് കുംഭക്കൂറിലെ അവിട്ട നക്ഷത്രം. അവർക്കും ഭാഗ്യാനുഭവങ്ങൾ ഒരുപാട് വന്നു ചേരും. ജീവിതത്തിലെ ക്ലേശങ്ങളൊക്കെ മാറി രക്ഷപ്പെടാൻ കഴിയും. അടുത്തത് മീനക്കൂറിലെ പൂരുരുട്ടാതി നക്ഷത്രം. അവർക്കും ഭാഗ്യാനുഭവങ്ങൾ ഒരുപാട് വന്നു ചേരും. ജീവിതത്തിലെ എല്ലാ ക്ലേശങ്ങളും മാറി രക്ഷപ്പെടുവാൻ ഈ നക്ഷത്ര ജാതകർക്ക് കഴിയും. മീനക്കൂറിലെ രേവതി നക്ഷത്ര ജാതകർക്കും ഭാഗ്യമാണ്. ഒത്തിരി ഭാഗ്യവും ഒത്തിരി നല്ല അനുഭവങ്ങളും ഇവരുടെ ജീവിതത്തിൽ വന്നു ചേരും. കോടീശ്വര യോഗത്തിലേക്ക് എത്തിച്ചേരും. രക്ഷപ്പെടാൻ കഴിയും. കർക്കിടകക്കൂറിലെ ആയില്യം. അവർക്കും ഭാഗ്യമാണ്. മിഥുനക്കൂറിലെ തിരുവാതിര. അവർക്കും ഭാഗ്യാനുഭവങ്ങൾ ഒന്നിനുമേൽ ഒന്നായിട്ട് വരും. ഈ നക്ഷത്ര ജാതകർക്കൊക്കെ വ്യാഴമാറ്റം, ശനിയുടെ മാറ്റം, ഇതൊക്കെ വളരെയേറെ നല്ലതാണ്. ഞാൻ ഈ ശനിമാറ്റത്തിൻ്റെയും വ്യാഴമാറ്റത്തിനെയും അടിസ്ഥാനമാക്കി മറ്റ് ഗ്രഹങ്ങളുടെയൊക്കെ മാറ്റവും ഈ നക്ഷത്രജാതകർക്ക് വലിയൊരു ഭാഗ്യം, വലിയൊരു നേട്ടം, വലിയ സൗഭാഗ്യം വന്നു ചേരാൻ ഇടയാക്കുമെന്ന് തന്നെയാണ് കാണുന്നത്. അതിനു വേണ്ടിയിട്ട് ഒന്ന് പ്രയത്നിക്കുക. അതിനു വേണ്ടിയിട്ട് നിങ്ങളുടെ സമയം അല്പം മെനക്കെടുത്തുക. രക്ഷപ്പെടണമെന്ന ഒരു വലിയ തോന്നൽ നിങ്ങളിൽ ഉണ്ടാക്കുക. നിങ്ങൾ രക്ഷപ്പെട്ടിരിക്കും. നിങ്ങളുടെ ദുരിതങ്ങളും ദുഃഖങ്ങളും ഒക്കെ അവസാനിക്കും. ഭാഗ്യമാണ്, ഉയർച്ചയാണ്, നല്ല നാളുകളാണ് ഇനി നിങ്ങളെ സംബന്ധിച്ച് വരാനിരിക്കുന്നത്. രക്ഷപ്പെടാൻ കഴിയും ഉറപ്പായും.